ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീനി മേക്ക് എ വിഷ് എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സൈക്കോപാത്ത് ആയിട്ടുള്ള യങ് ഇപ്പോൾ പെട്ടെന്ന് ഒരു അരുളിപ്പാട് കിട്ടിയ മാതിരി ജീനിയുടെ അടുത്ത് അവൾക്ക് അവനോട് ചെറുതായിട്ട് ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ തലേ ദിവസം താൻ അങ്ങനെ വലിയ ആഗ്രഹിച്ചിട്ടൊന്നും അല്ലെങ്കിൽ പോലും പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ കിസ് ചെയ്തതെന്നും എന്തിനു വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ആലോചിച്ച് കുറ്റബോധം അടിച്ചിരിക്കുന്ന നമ്മുടെ ജീനിയാണ് കാണിക്കുന്നത്. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിയൊരു തെറ്റായിട്ട് ജീനി അതിനെ കണക്കാക്കുമ്പോൾ അതേ നേരം നമ്മുടെ യങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവള് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ജീനിയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും അവൾ കിസ് ചെയ്യാനായിട്ട് അവന്റെ അടുത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം കുറച്ചും കൂടി മാന്യനായിട്ടുള്ള ഇബ്ലിസ് എന്ന നമ്മുടെ ജീനി ഇപ്പോൾ അവളെ അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും തനിക്ക് കിസ് വേണം എന്ന് വാശി പിടിച്ച് അവൾ അവന്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് അവള് അവന്റെ പുറകെ നടന്നിട്ട് പാവം നമ്മുടെ ജീനി ഏറ്റവും ലാസ്റ്റ് ഒരു കോഫിന്റെ അകത്ത് പോലും കയറി ഒളിക്കുന്നുണ്ടെങ്കിലും അവള് അവനെ കണ്ടുപിടിച്ച് അപ്പൊ തന്നെ അവൾ കിസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ലാസ്റ്റ് ഇതങ്ങനെ പെട്ടെന്ന് പറ്റുന്ന കാര്യങ്ങളൊന്നല്ലെന്നും അതിന് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നോർമലി അങ്ങനെയൊക്കെ കിസ് ചെയ്യണമെങ്കിൽ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണമെന്നും മഴ പെയ്യണമെന്നും നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കണം എന്നൊക്കെ അവനിപ്പോ അവളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് യങ് അപ്പാടെ തന്നെ വിശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മിഞ്ചിയുടെ ഒപ്പം അവളുടെ അക്കൗണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ജീനിയുടെ 2ാമത്തെ ടാർഗറ്റ് ആയിട്ടുള്ള നമ്മുടെ യങ്ങിന്റെ ഒപ്പം തന്നെ പഠിച്ച് അവളോട് ചെറുതായിട്ട് അസൂയും കുശുമ്പൊക്കെയുള്ള ബൂവിനെ അവൾ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം ബൂവാകട്ടെ അവളുടെ ഡ്രസ്സും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗുകളൊക്കെ കണ്ടിട്ട് അവളുടെ ജീവിതം എത്രമാത്രം ലക്കിയറാണെന്നൊക്കെ പറഞ്ഞ് ആകെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തിരിച്ച് യങ്ങിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഇബ്ലിസ് ഇപ്പൊ അവിടെ ഏകദേശം പേടിച്ച് യങ്ങിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ട് നടക്കുകയാണെങ്കിൽ പോലും കുറച്ച് ദിവസങ്ങളായിട്ട് യങ് ഫുള്ള് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിസ്സിങ്ങിനെ പറ്റിയിട്ടാണെന്നും എപ്പോഴും അവളുടെ മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇബ്ലിസിന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല അവള് മനഃപൂർവ്വം ഇബ്ലിസിനെ കിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അടുത്ത് എപ്പോഴെങ്കിലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് വരെ നോക്കിയ കാര്യങ്ങളൊക്കെ അറിയുന്ന കണ്ടിട്ട് ജീനി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്തെങ്ങാനും മഴ പെയ്യാൻ സാധ്യതയുണ്ടോന്ന് അവൾ സൈഡിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ വെതർ കണ്ടീഷൻ അനുസരിച്ച് ഇല്ലെന്ന് അവൻ ഉത്തരം പറയുമ്പോൾ അതിനെതിരെ അവൾ പാപം ഒന്നും അറിയാത്ത നമ്മുടെ സൈഡിനെ ചീത്ത പറയുന്ന പോലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നിവർത്തിയൊന്നും ഇല്ലാണ്ട് ഇബ്ലിസ് നടന്ന കാര്യങ്ങളും ഏതോ ഒരു ദുർബല നിമിഷത്തില് അവൻ അവളെ പോയി കിസ് ചെയ്ത കാര്യങ്ങളൊക്കെ സൈഡിന്റെ അടുത്ത് തുറന്നു പറയുമ്പോൾ 1000 വർഷങ്ങളായില്ലേ നീ ഇങ്ങനെ ഒരാളെ കിസ് ചെയ്തിട്ടെന്നും അതിനു മുമ്പ് ഒരു ഡെന്റിസ്റ്റിനെയൊക്കെ കാണാൻ പോവായിരുന്നു എന്നൊക്കെ സൈഡ് കമന്റ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇബ്ലിസ് ഇപ്പൊ നേരെ യങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മിഞ്ചിയുടെ ഡെന്റൽ ക്ലിനിക്കിലേക്കൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് അവിടെയുള്ള സ്റ്റാഫുകൾ അവനെ പിടിച്ചു വെക്കുകയും പിന്നീട് മിഞ്ചി വന്ന് അവനുമായിട്ട് സംസാരിക്കുന്നതിലൂടെ അവനാണ് യങ്ങിന്റെ ഒപ്പം ഇപ്പൊ കൂടിയിരിക്കുന്ന ഒരു പുതിയ ഫ്രണ്ട് എന്ന് മിഞ്ചി അറിയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർ തമ്മിൽ ഇനി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് മിഞ്ചി ഇപ്പോ നേരെ അവനെ യങ്ങിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവൻ നിന്റെ പുറകെ നടക്കുന്നത് നിന്റെ പൈസയ്ക്ക് വേണ്ടി മാത്രമാണെന്നും ഇവനെ പോലെ ജോലിയും കൂലിയില്ലാത്ത ഒരുത്തനെയൊക്കെ കൂടെ കൊണ്ട് കിടക്കാൻ നിനക്ക് നാണമില്ലേന്നും അവൻ നിന്നെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവള് നമ്മുടെ യങ്ങിനെ അഡ്വൈസ് ചെയ്ത് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഓൾറെഡി തന്നെ കിസ് ചെയ്യാത്തതിന്റെ ദേഷ്യത്തിനും ഇപ്പോ അവനിങ്ങനെ ഓരോ കുരുത്തക്കേട് ചെയ്യുന്ന കാരണം കൊണ്ട് ദേഷ്യം വന്ന യങ് ഇപ്പോ അവനിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പോരാത്തതിന് പാവം നമ്മുടെ ജീനി ഇപ്പോ അവന്റെ ആ ഒരു ആഗ്രഹം കാരണം കാറിന്റെ അകത്ത് കയറിയെന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചപ്പോ അവളിപ്പോ അവിടെ ഇരിക്കുന്ന പോലീസുകാരെ വിളിച്ചിട്ട് ഈ ഒരു സീൻ കാണിച്ചു കൊടുത്തിട്ട് ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രിമിനലായി അവനെ ചിത്രീകരിച്ച് നേരെ പോലീസുകാരെ കൊണ്ട് അവനെ അറസ്റ്റ് വരെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ അവനെ രക്ഷിക്കാനായിട്ട് എത്തുന്നത് അവന്റെ സൈഡ് തന്നെയായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് നമ്മളെ കാണിക്കുന്നത് അവരുടെ വില്ലേജിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ജീനിയും സൈഡും കൂടിയിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ യങ്ങിനെ കറപ്റ്റ് ആക്കിയിട്ട് അവളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവളെ സെഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവര് കുറച്ച് ഫയർ വർക്ക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനിടയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ആ ഒരു ഫെസ്റ്റിവലിൽ വെച്ച് ഫയർ വർക്ക്സ് ഒക്കെ പൊട്ടിക്കുന്നതിന്റെ ഇടയിൽ അത് വളരെ ബാഡ് മീനിങ് ഉള്ള രീതിയിലുള്ള വാക്കുകളായിട്ടാണ് വരുന്നത്. അങ്ങനെ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിന് ഇപ്പൊ നേരെ വിപരീതമായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടിയ ഒരു ഇമോഷനിൽ ജീനി ഇരിക്കുമ്പോൾ ഇതേ നേരം തന്നെ ഈ ഒരു കാഴ്ചയൊക്കെ തന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ട യങ്ങിപ്പോ അവനിട്ട് നല്ലൊരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നതിനിടയിൽ അവിടേക്കിപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട എച്ച്ലായിൽ എന്ന ആ ഒരു ഏഞ്ചൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഏഞ്ചലിപ്പോ അവന്റെ കാര്യങ്ങളൊക്കെ യങ്ങിനോട് തുറന്നു പറഞ്ഞിട്ട് താനൊരു ഡെത്തിന്റെ ഏഞ്ചലാണെന്നും ബേസിക്കലി അവൻ ഒരു കാലൻ പോലെയാണെന്നും മരണം കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ ആത്മാവിനെ കൊണ്ട് പോകുന്നതാണ് അവന്റെ ആ ഒരു ജോബ് എന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഇബ്ലിസ് എന്ന് പറയുന്നത് താനൊരു ബ്രദർ ആണെങ്കിൽ കൂടി ഒരു രണ്ടുപേരും കട്ട ശത്രുക്കളാണെന്നും അവൻ ഇപ്പൊ ആഗ്രഹിക്കുന്ന പോലെ യങ്ങിന്റെ ആ ഒരു 3 വിഷുകളും കറപ്റ്റ് ആവാതെ അത് ന്യായമായെങ്ങാനും തീരുകയാണെങ്കിൽ
പിന്നീട് അവൻ ദൈവത്തിനോട് ബെറ്റ് വെച്ചതുപോലെ അവന് ഈ മനുഷ്യനായിട്ടുള്ള നമ്മുടെ യങ്ങിന്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുമെന്നും അങ്ങനെ അവൻ ഏതെങ്കിലും ഒരു മനുഷ്യന് മുമ്പിൽ തല കുനിക്കേണ്ടി വരാണെങ്കിൽ എനിക്ക് അവനെ കൊല്ലാനായിട്ടുള്ള അധികാരം ഉണ്ടെന്നും ആ ഒരു ഏഞ്ചൽ പറയുമ്പോൾ അങ്ങനെ തന്റെ ജീനിയെ കൊല്ലാനായിട്ട് തനിക്ക് ആരുടെയും സഹായം വേണ്ടെന്നും അത് വേണമെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റൂന്നൊക്കെ പറഞ്ഞ് ഇത് ഇഷ്ടപ്പെടാതെ ആകെ ദേഷ്യത്തിന് യങ് ഇപ്പോ അവനെ അവിടെ നിന്ന് പറത്തി വിടുന്നുണ്ട്. ശരിക്കും എച്ച്ലായലാകട്ടെ എങ്ങനെയെങ്കിലും നമ്മുടെ യങ്ങിനെ അവന്റെ വരുതിയിലാക്കിയിട്ട് ഇബ്ലിസിനെതിരെ തിരിച്ച് അവളെ കൊണ്ട് ന്യായമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള 3 വിഷയങ്ങളൊക്കെ പറയിപ്പിച്ച് അതിലൂടെ ഇബ്ലിസിനെ കൊല്ലാനായിട്ടുള്ള ഒരു അവസരം തേടിയാണ് അവൻ ഇരുന്നത്. ഇതേ നേരം തന്നെ ആ ഒരു ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് മിഞ്ചിയും ഇബ്ലിസും കൂടി ഇപ്പൊ ഒരുമിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ മിഞ്ചി യങ്ങിന്റെ ആ ഒരു സൈക്കോപ്പത്തറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിനെ പറ്റിയിട്ടും അവളുടെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അവളുടെ മുത്തശ്ശിയുടെ റൂൾസും അവളുടെ റുട്ടീനും കാരണമാണെന്നും നീ അവളുടെ ലൈഫിൽ വലിഞ്ഞു കയറി വന്ന് അതൊന്നും തകർക്കരുതെന്നൊക്കെ നല്ലൊരു ഫ്രണ്ടിനെ പോലെ കുടിച്ച് ബോധം കെട്ടിട്ടാണെങ്കിലും അവള് പറയുന്നുണ്ടെങ്കിലും അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു കോമഡി പോലെ ആയിട്ട് എടുക്കുന്ന ജീനി അത് കേട്ട് ഇപ്പൊ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ യങ് അവളുടെ ബാക്കിൽ നിന്ന് കണ്ട് പിന്നീട് അവള് മിഞ്ചിനെ എടുത്ത് നേരെ അവളുടെ വീട്ടിലൊക്കെ കൊണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷമാണ് അവളിപ്പോ എച്ച്ലായിൽ തന്നെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വന്ന കാര്യമൊക്കെ ഇബ്ലിസിന്റെ അടുത്ത് പറയുമ്പോൾ അവർ തമ്മിൽ ഇത്രയും ശത്രുത വരാനുണ്ടായ കാര്യമൊക്കെ ഇബ്ലിസ് ഇപ്പോൾ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ച കാരണം കൊണ്ട് ഈ ഏഞ്ചൽസും ജീനീസും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയും അതില് ഈ ജീനിയുടെ ഒരുപാട് ബ്രദേഴ്സ് മരിച്ചു പോയെങ്കിലും ഒരുപാട് ബ്രദേഴ്സ് ഇപ്പൊ ജീവനോടെ ഉണ്ടെന്നും ലോകത്തിൽ എവിടെയൊക്കെയോ അവരകപ്പെട്ട് ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്ന കാര്യവും അവനിപ്പോ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇതുപോലെ കാലില് എന്തോ വിലങ്ങ് പോലെയൊക്കെ ഇട്ടിട്ട് ഇവിടെ ലോക്ക്ഡ് ആയിട്ട് പോലെ കിടക്കുന്ന ജീനിയെ നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അങ്ങനെ 300 വർഷങ്ങൾ നീണ്ടുന്ന ഈ ഒരു ഫൈറ്റിന് നേതൃത്വം കൊടുത്തത് ഈ എച്ച്ലായിലാന്ന് പറഞ്ഞിട്ടാണ് അവനിപ്പോ എച്ച്ലായിലെ അടുത്ത് അത്രയും ദേഷ്യമൊക്കെ തോന്നുന്നത്. ഇതേ നേരം അവളാകട്ടെ അവനോട് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അറിയാണ്ട് അവന്റെ വായിൽ നിന്ന് അവന്റെ ഏതോ ഒരു ബ്രദറിന് അതുപോലെ മഴേനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ടെന്ന് വീണ് പോകുമ്പോൾ അത് കേട്ടിട്ട് ആ ഒരു മഴേനെ വരുത്തി അങ്ങനെ കിസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാമെന്ന് അവള് പറയുമ്പോൾ അത് കേട്ട് വീണ്ടും ഇബ്ലിസിന് പെട്ട മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജീനിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ വലിയൊരു പൊസിഷനിലേക്ക് കരണമെന്ന് വാശി പിടിച്ച് തന്റെ ആദ്യത്തെ വിഷ പൂർത്തീകരിച്ച ഇൻസിയോൺ എന്ന ആ ഒരു ലേഡിയാണ്. പക്ഷേ കാര്യം തന്റെ ആഗ്രഹമൊക്കെ സാധിച്ചെങ്കിലും അവൾ അതിലൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആവാണ്ട് അവൾക്ക് ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ റെസ്പെക്ട് ഒന്നും കിട്ടണില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ 20 വർഷം മുമ്പിലേക്ക് കൊണ്ടുപോകാനും ആ ഒരു സമയം മുതലേ താൻ ആ ഒരു സ്റ്റോറിലെ മാനേജർ ആവുകയും അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്റെ കയ്യിൽ ഫുള്ള് പൈസ ഇരിക്കുന്നതും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനോട് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ടുള്ള രണ്ടാമത്തെ വിഷ് അവളിപ്പോൾ ജീനിയോട് ആവശ്യപ്പെടുകയും അവനത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇബ്ലിസ് ഇപ്പോൾ 20 വർഷം മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ അന്ന് കുട്ടിയും വളരെയധികം ദേഷ്യക്കാരുമായിട്ടുണ്ടായിരുന്ന യങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ പിരികേറ്റാനും അവൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ ഒരു വില്ലേജിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് താമസം വന്നിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ഇപ്പോൾ ആ വീട്ടിലെ ഹെഡായിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ നേരെ യങ്ങിനെ ചെന്ന് കണ്ടിട്ട് പണ്ട് അവർ കോളേജിലേക്ക് ഒരുമിച്ച് പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം അവള് തിരിച്ച് വരുമ്പോഴാണ് അവരുടെ രണ്ടുപേരുടെയും അടുത്തേക്ക് ആയിട്ട് നമ്മുടെ ജീനിയുടെ മൂന്നാമത്തെ ടാർഗറ്റ് ആയിട്ടുള്ള ആ ഒരു പട്ടിക്കുട്ടി വരുന്നത്. അങ്ങനെ ഇപ്പൊ ജീനി അവന്റെ മൂന്നാമത്തെ ടാർഗറ്റിനോട് എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ 3 വിഷുകൾ ചോദിക്കുമ്പോൾ തനിക്ക് സാധാരണ പോലെ ഒരു മനുഷ്യനായിട്ട് നല്ല ഹാൻഡ്സമും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാവണമെന്നാണ് ആ ഒരു പട്ടി ഇപ്പോൾ അവന് വിഷായിട്ട് പറയുന്നത്. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം തന്നെ ആ ഒരു ലൊക്കാലിറ്റിയിൽ എങ്ങും കാണാത്ത വളരെ ഹാൻഡ്സം ആയിട്ടുള്ള ഒരു മാൻ നടന്നു വരുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് എല്ലാ ലേഡീസും നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും 10 സെക്കൻഡില് അവനിങ്ങനെ പട്ടികളുടെ സ്മെല്ലൊക്കെ കിട്ടുന്ന സമയത്ത് അവൻ പട്ടികളുടെ തനി സ്വരൂപം എടുക്കുന്ന കണ്ടിട്ട് ഇവൻ എന്തൊരു സ്ട്രേഞ്ച് ആണെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവരും വിചാരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഞങ്ങളുടെ വീട്ടിലിപ്പോ അവള് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നോട്ട്ബുക്കിന്റെ കാര്യങ്ങളൊക്കെ അവളുടെ മുത്തശ്ശി അറിഞ്ഞിട്ട് ഒരു ബുക്ക് എങ്ങനെയും ഒളിപ്പിച്ച് വെക്കാനായിട്ട് ഇബ്ലിസ് ഇപ്പോൾ നേരെ അവളെയും കൂട്ടിയിട്ട് അവന്റെ ആ ഒരു ലാമ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് തനിക്കൊരിക്കലും ഇച്ച്ലായലിനൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹമില്ലെന്നും പക്ഷെ തന്റെ മുത്തശ്ശിയെങ്ങാനും മരിച്ചു പോവാണെങ്കിൽ എന്നെ വേണമെങ്കിൽ ഞാൻ ജയിപ്പിക്കാമെന്നും അവളിപ്പോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അവര് ആ ഒരു ലാമ്പ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് അതിനിടയിൽ തല്ലുകൂടുന്ന ഒച്ച കേട്ടിട്ട് മുത്തശ്ശി ഇപ്പോൾ ആ ഒരു ലാമ്പ് വന്നിട്ട് ഇതിനകത്ത് നിന്ന് എന്താണ് ഇത്ര ഒച്ചാന്നൊക്കെ പറഞ്ഞ് അതിനെ കുലുക്കുമ്പോൾ ആ ഒരു ലാമ്പാകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവർ രണ്ടുപേരും വീഴാൻ പോകുമ്പോൾ ജീനി ഇപ്പോൾ നമ്മുടെ യങ്ങിനെ സേഫ് ആയിട്ട് കൂടെ പിടിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പുറത്ത് മഴ പെയ്യുന്നത് കേട്ടിട്ട് കിസ് ചെയ്യാനായിട്ടുള്ള ടൈം ആയെന്ന് അവൾ പറയുമ്പോൾ ഈ സമയത്ത് ജീനിക്കും അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ലാമ്പിറ്റകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ പുറത്ത് കരഞ്ഞിരിക്കുന്ന അവളുടെ മുത്തശ്ശിയെ അവൾ കണ്ട് ആകെ പാനിക്കായി അവൾ ചെന്നപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് കാര്യം ചോദിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മരിച്ച കാര്യം മുത്തശ്ശി പറയുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഇങ്ങനെ ഏജ് ആവുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് പെട്ടെന്ന് നമ്മുടെ യങ്
ചെറിയ ടെൻഷനൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവര് ആ മരിച്ചുപോയ ആളുടെ ഫ്യൂണറലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ മുത്തശ്ശി വളരെ ടെൻഷനോട് കൂടി താൻ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് വിഷമമില്ലെന്നും പക്ഷേ ഇവിടെ ഒറ്റയ്ക്കാകുന്ന യങ്ങിനെ കാര്യം ആലോചിക്കുമ്പോഴാണ് തനിക്ക് ആകെ ടെൻഷൻ ഉണ്ടെന്നൊക്കെ മുത്തശ്ശി ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് യങ്ങിന് കൂടുതൽ ഹേർട്ട് ആകുന്നുണ്ട്. അത് കാരണം കൊണ്ട് അവളിപ്പോ വേഗം തന്നെ ജീനിയുടെ അടുത്ത് പോയിട്ട് കണ്ടിട്ട് എന്റെ ഒന്നാമത്തെ വിഷ് നടക്കാണെന്ന് അറിയാമെന്നും ഇത് കംപ്ലീറ്റ് ആവുന്നേക്കാൾ മുമ്പ് തനിക്ക് രണ്ടാമത്തെ വിഷ് പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളുടെ രണ്ടാമത്തെ ആഗ്രഹം ഇപ്പൊ അവന്റെ മുമ്പിൽ റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാകട്ടെ തനിക്ക് ഏറ്റവും ഈ ഒരു ലോകത്ത് ഇഷ്ടമുണ്ടായിരുന്ന തന്റെ ഗ്രാൻഡ് മദറിനെ വീണ്ടും ചെറുപ്പമാക്കി അവളുടെ സെയിം ഏജിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. അങ്ങനെ ഈ ഒരു ആഗ്രഹം കേട്ടിട്ട് ആകെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ജീനിയെ കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ യങ്ങിന്റെ രണ്ടാമത്തെ ആഗ്രഹം സാധിച്ചില്ലോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.